ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ആലപ്പുഴയിലുള്ള ഒരു മറൈൻ എക്സ്പോ കാണാൻ പോയാലോ? നമ്മുടെ ഈ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. എന്നാൽ മുതിർന്നവർക്ക് 130 രൂപ പേ ചെയ്യണം. നമ്മൾ മെയിൻ എൻട്രൻസ് കയറി അകത്തേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ കൂടെ ഒരു റോബോട്ട് നടന്നു വരുന്നുണ്ട്. റോബോട്ട് എന്ന് കേൾക്കുമ്പോൾ എന്തിനും സിനിമയിലെ റോബോട്ടിനെ പോലെ മനുഷ്യക്കോലമുള്ള റോബോട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന 360 സെൽഫി ബൂത്തിൽ നമുക്കൊരു ഡാൻസ് കളിക്കാന്ന് വെച്ചാൽ നമ്മൾ കയറി കളിക്കുന്നുണ്ടെന്നല്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് കയറി അതിനകത്ത് ഡാൻസ് ചെയ്യും. ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ടും ഇതിനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. ഇനി നമ്മൾ പോകുന്നത് ഒരു ഗ്ലാസ് തുരങ്കത്തിലേക്കാണ്. അതിനുള്ളിൽ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഫുള്ളി AC-യും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട റോബോട്ട് നമുക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ തരും. എന്നാൽ പിന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടൊന്ന് കയറാമെന്ന് കരുതി ഞങ്ങളിവിടെ വന്ന് ഷെയ്ക്ക് ഹാൻഡൊക്കെ വാങ്ങിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ കാണുന്നത് മഞ്ഞുമലകളുടെ ഒരു കാഴ്ചയാണ്. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഫുള്ള് AC-യാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മഞ്ഞുമലകളിൽ കാണപ്പെടുന്ന ജീവികൾ എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെൻഗ്വിൻ, ഹിമക്കരടി, ആന, പിന്നെ അവിടെ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞുപ്രദേശത്ത് കാണപ്പെടുന്ന ഒരുവിധപ്പെട്ട എല്ലാ വീടുകളും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ചകൾ കാണുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരു കൗതുകം തന്നെയാണ്. ഏകദേശം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും പലതരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് കാണിച്ചിരിക്കുന്നത്. ആ വീടുകൾക്ക് മുകളിലെല്ലാം തന്നെ മഞ്ഞ് വീണ് നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ വീടുകൾക്കൊപ്പം ഓരോ മൃഗങ്ങളുടെ സ്റ്റാച്ചുവും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞുപ്രദേശത്ത് കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് ആപ്പിൾ മരം. പിന്നെ തണുപ്പുള്ള പ്രദേശങ്ങൾ മാത്രം കണ്ടുവരുന്ന ചെടികളുടെ വിഷ്വലൈസേഷനാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ മഞ്ഞുമലയിൽ പോയതുപോലെ ഇരിക്കും. ഇനിയാണ് നമ്മൾ മറൈൻ വേൾഡിന്റെ അണ്ടർ വാട്ടർ ടണൽ കാഴ്ചകളിലേക്ക് പോകുന്നത്. വിവിധ ടാങ്കുകളിലായി 3 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ 2000-ലേറെ മീനുകളാണ് പ്രദർശനത്തിനായിട്ടുള്ളത്. പേരറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഇനം മീനുകളാണ് ഉള്ളത്. പലതരത്തിലുള്ള ചെറിയ മീനുകളാണ് ഈ ഫിഷ് ടാങ്കിലുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഫിഷ് ടാങ്കാണ്. ഇതിനകത്ത് എത്ര മത്സ്യങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് എണ്ണാൻ സാധിക്കില്ല. അത്രയ്ക്ക് മത്സ്യങ്ങൾ ഈ ഫിഷ് ടാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ചെറിയ മീൻ്റെ പേര് മൂൺലൈറ്റ് ഗൗരാമി എന്നാണ്. ഫിഷ് ടാങ്കുള്ള വീടുകളിലൊക്കെ തന്നെ ഇവനെ കാണും. ഇവന്റെ പേരാണ് ഓസ്കാർ. ഓസ്കാർ മത്സ്യങ്ങൾ വളരെ വലിയ അക്വേറിയങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നവയാണ്. ഈ മീനിന്റെ പേര് ഏഞ്ചൽ ഫിഷ്. ഒരുവിധം നല്ല വലിപ്പമുള്ള ഈ മത്സ്യത്തിന്റെ പേരാണ് ജെയിന്റ് ഗൗരാമി. പിന്നെ അതിനകത്ത് ഈ മുതലയുടെ തല പോലെയുള്ള മത്സ്യത്തിന്റെ പേരാണ് അലിഗേറ്റർ ഗാർ. ഇവട്ടാണ് ഈ മീനിനെ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഷാർക്കിനത്തിൽപ്പെട്ടതാണ്. മനുഷ്യൻ വളർത്താൻ തുടങ്ങിയ ആദ്യത്തെ സ്വർണ്ണ മത്സ്യം നമ്മുടെ ഗോൾഡ് ഫിഷ്. ഇവയിൽ ചിലതിന് ഇന്ന് തീരെ സ്വർണ്ണ നിറമില്ല. ഈ കാണുന്ന മീനിന്റെ പേര് അരാപ്പൈമ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യമാണ് അരാപ്പൈമ. ഈ ഒരു ഫിഷ് ടാങ്കിൽ കാണുന്നത് ബ്ലാക്ക് ഷാർക്ക് ആൻഡ് വൈറ്റ് ഷാർക്കാണ്. എല്ലാം കൂടി കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇനിയാണ് നമ്മൾ കടലിനടിയിൽ കൂടി പോകുന്ന ഒരു ഫീൽ കിട്ടുന്നത്. ഈ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മത്സ്യങ്ങളുടെ ഒന്നും പേരറിയില്ലെങ്കിലും കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. ഇതൊരു കർവ് രൂപത്തിലാണ് ഈ ഫിഷ് ടാങ്ക് വെച്ചിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മത്സ്യങ്ങളും വ്യക്തമായി കാണാം. ഈ ഫിഷ് ടാങ്കിലും നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അത്രയും മത്സ്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും കടലിനടിയിൽ കൂടി പോകുന്നത് പോലെ തന്നെ ഇരിക്കും. ഈ കാണുന്നത് പോലുള്ളൊരു പാതയിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ മീനിൻ്റെ പേരാണ് സക്കർ. ശുദ്ധജല ആവാസ വ്യവസ്ഥയിലാണ് ഇവ വളരുന്നത്. ബ്ലാക്ക് ഷാർക്കിൻ്റെയും വൈറ്റ് ഷാർക്കിൻ്റെയും വലിയൊരു കൂട്ടമാണ് ഈ കാണുന്നത്. സ്രാവുകൾക്ക് പൊതുവെ വിദൂര ദൃഷ്ടിയും അപാര കേൾവിശക്തിയുമാണെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്രാവുകളുടെ ചെവി അവയുടെ തലയ്ക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയാണ് നമ്മൾ വെള്ളത്തിലൂടെ നീന്തി കളിക്കുന്ന മത്സ്യകന്യയെ കാണാൻ പോകുന്നത്. ഇത്രയും സമയം എങ്ങനെയാണ് ഇവർ ഈ വെള്ളത്തിനകത്ത് കഴിച്ചു കൂട്ടുന്നതെന്ന് അറിയില്ല കേട്ടോ. ഒരു ടാങ്കിൽ 2 മത്സ്യകന്യകമാരാണുള്ളത്. എല്ലാവർക്കും ഒരുപോലെ തന്നെ കൗതുകമാർന്ന കാഴ്ചയാണ്. ഇവിടെ ചുറ്റിനും കൂടിയിരിക്കുന്ന എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ശ്വാസം മുട്ടുന്ന സമയത്ത് ഇവർ മുകളിൽ പോയി ശ്വാസം എടുത്ത് തിരിച്ച് താഴെ വരും. സെൽഫി എടുക്കാൻ താല്പര്യമുള്ളവരെ സെൽഫിയൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. സാധാരണ മത്സ്യങ്ങളെ വെള്ളത്തിനടിയിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ഇവരുടെ പെരുമാറ്റവും. അവരുടെ ഡ്രസ്സിൽ ഘടിപ്പിച്ചിരിക്കുന്ന വാല് അതിനവരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതോടുകൂടി വെള്ളത്തിലുള്ള കാഴ്ചകളൊക്കെ തീർന്നു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫർണിച്ചർ കൊണ്ടുള്ള ഐറ്റംസ് ആണ്. കട്ടില്, സോഫ സെറ്റ്, കുഷ്യൻ സെറ്റ്, ഡൈനിങ് ടേബിൾ, അലമാര, അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ. എല്ലാത്തിനും നല്ല വിലയും ഉണ്ട് കേട്ടോ. ഒക്കെ വാങ്ങിക്കാനും ആൾക്കാരുണ്ട്. ഇനി അങ്ങോട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. മാറ്റ്, കരിപ്പെട്ടി, ഇതിനെയൊക്കെ മാറുമെന്നും പറഞ്ഞിട്ടുള്ള മസാജ് ചെയ്യുന്ന മസാജർ, പല തരത്തിലും ഡിസൈൻസിലും ഒക്കെയുള്ള വാഷ് ബേസിൻസ്. പിന്നെ നമ്മൾ പണ്ട് പേന കൊണ്ട് ഊതി ഒരു പടം വരയ്ക്കുമായിരുന്നു. അതാണ് ഈ കാണുന്നത്. അത് കുട്ടികൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട കോഴിക്കോടൻ ഹൽവ. പല നിറത്തിലും ടേസ്റ്റിലും ഒക്കെയുള്ള ഹൽവയാണ്. നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ. ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. പിന്നെ പലതരത്തിലുള്ള പച്ചക്കറികൾ വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ചെരുപ്പുകളുണ്ട്.
പിന്നെ വെറൈറ്റി സ്മെല്ലിലുള്ള ഈദും അത്തറുണ്ട്. പപ്പടത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിരുന്ന ഒരുപാട് പഴയ മിഠായികൾ, അവരുടെ പരസ്യം അങ്ങനെയാണ്, പഴയകാല മിഠായികൾ. പുളി മിഠായി, നാരങ്ങ മിഠായി, ത്രാസ് മിഠായി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉത്സവപ്പറമ്പിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈ കാണുന്ന ബക്കറ്റുകളിലൊക്കെ എല്ലാം വെറൈറ്റി അച്ചാറുകളാണ്. പിന്നെ പെൺകുട്ടികൾക്കായിട്ടുള്ള ഫാൻസി ഐറ്റംസ്, കമ്മലുകളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കോളേജിൽ പോകുന്നവർക്കും വർക്കിന് പോകുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള പല മോഡലിലുള്ള ബാഗുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ ജ്യൂസുകളിലും പ്രസിദ്ധമായിട്ടുള്ള നെല്ലിക്ക കാന്താരി ജ്യൂസാണ്. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെയും ഒട്ടുമിക്ക വിഭവങ്ങളും ഉണ്ട്. ബജി ഇനത്തിലുള്ള എല്ലാ ബജികളും, പാനിപ്പൂരി, ബേൽപൂരി, ദോശ, മസാല ദോശ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഫുഡ് കോർട്ടിലും ലഭ്യമാണ്. കാഴ്ചകൾ അത്രയും കണ്ടു നടന്നു വരുന്നവർക്ക് ഫുഡ് കോർട്ട് ഒരു ആശ്വാസം തന്നെയാണ്. വരുന്നവരൊക്കെ തന്നെയും ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാതെ പോകാറുമില്ല. ഈ പലഹാരവും മാത്രമല്ല, സ്വാദിഷ്ടമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പായസവും ലഭ്യമാണ്. ബീച്ചിലുള്ള കാർണിവൽ കൂടാതെ ഇവിടെ എക്സ്ട്രാ ഒരു കാർണിവലും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പൊതുവെ ആൾ കുറവാണ്. ബീച്ചിൻ്റെ സൈഡിലുള്ള കാർണിവലിലാണ് കൂടുതലും ആൾക്കാർ പോകുന്നത്. ബീച്ചിലെ പോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.